കണ്ണൂർ സൈഡിലൊക്കെ കല്യാണങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യുന്ന ഒരു പൈനാപ്പിൾ പിക്കിളിൻ്റെ റെസിപ്പി നോക്കാം. പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ അല്പം ഓയിൽ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ബ്രാഹ്മിൺസിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബ്രാഹ്മിൺസിൻ്റെ പൊടികളെല്ലാം നോ ആഡഡ് ഓളിയോ റെസിൻസോട് കൂടിയാണ് വരുന്നത്. ഇനി പാകത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, ഒരല്പം കായം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗറും 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം, 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കൊരു വാട്ടർ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം. ആദ്യത്തെ ഗ്ലാസ്സിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു ബ്രാൻഡിൻ്റെ മഞ്ഞൾപ്പൊടിയും രണ്ടാമത്തെ ഗ്ലാസ്സിൽ ബ്രാഹ്മിൺസിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മായം ചേർത്ത പൊടിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിന് താഴേക്ക് പോവുകയും എന്നാൽ ഹൈ ക്വാളിറ്റി പൊടിയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മാത്രമേ വെള്ളത്തിന് താഴേക്ക് പോകത്തുള്ളൂ. ഓളിയോ റെസിൻ എന്നത് എല്ലാ സ്പൈസസിലും ചേർക്കുന്ന ഒരു എലമെൻ്റാണ്. പക്ഷേ ചില ബ്രാൻഡുകൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എക്സ്ട്രാ ആയിട്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രാഹ്മിൺസിൽ നോ ആഡഡ് ഓളിയോ റെസിൻസോട് കൂടിയാണ് വരുന്നത്. ബ്രാഹ്മിൺസ് അവരുടെ പ്രോഡക്റ്റിൽ 100% കോൺഫിഡൻ്റ് ആണ്. വിനീഗർ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പിക്കിൾ റെഡി.